കണ്ണൂർ തളിപ്പറമ്പിൽ തീ നക്കിയെടുത്ത വാണിജ്യ സമുച്ചയത്തിൽ 4ാം ദിനത്തിലും പുകമണം മാറിയിട്ടില്ല. 3 നിലകളിലായി 112 മുറിയുള്ള കെട്ടിടത്തിൽ 101 മുറിയിലെ 33 കടകളാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ചിലവയ്ക്ക് ഭാഗികമായ നാശമാണ് ഉണ്ടായത്. ആരിലും ശ്വാസം മുട്ടലും വിമിഷ്ടവും ഉണ്ടാക്കുന്ന കാഴ്ചകൾ. വിതറിക്കിടക്കുന്ന ചില്ലും വിണ്ടുകീറിയ ചുമരും പാതി കത്തിയ ബോർഡുകളും കരിഞ്ഞ ചരക്കുകളും മാത്രമാണ് ജില്ല കണ്ട ഏറ്റവും വലിയ തീപിടുത്തം ബാക്കിവെച്ചത്. കടകൾ വൃത്തിയാക്കി ചാരത്തിൽ നിന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ ചിലർ വാണിജ്യ സമുച്ചയത്തിലെത്തിയെങ്കിലും അന്വേഷണത്തിന്റെയും സുരക്ഷയുടെയും പേരിൽ പോലീസ് തടഞ്ഞു. മാലിന്യം നീക്കി കെട്ടിടത്തിന്റെ ഉറപ്പ് പരിശോധിച്ച ശേഷം മതി പുനരധിവാസം എന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. 3 നിരയിലായി 112 മുറിയുള്ള കെട്ടിടത്തിൽ 101 മുറിയിലെ 33 കടകളാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ചിലവയ്ക്ക് ഭാഗിക നാശമാണ് ഉണ്ടായത്. തീപിടുത്തത്തിനുള്ള കാരണം തേടിയുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, ആ കടമുറികൾ ഒരുപാട് പേരുടെ ജീവനായിരുന്നു, ജീവിതവുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തളിപ്പറമ്പിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന KV തറവാടാണ് ഇന്നത്തെ 3 നില വ്യാപാര സമുച്ചയമായത്. തളിപ്പറമ്പ് ഹൈദ്രോസ് മസ്ജിദിനോട് ചേർന്നുള്ള വലിയ തറവാട് വീട് ഇന്നും പലരുടെയും ഓർമ്മയിലുണ്ട്. പിന്നീടാണിവിടെ വ്യാപാര സമുച്ചയം ഉയർന്നത്. നഗരം വികസിക്കുന്നതനുസരിച്ച് അതും വികസിച്ചു. KV കുടുംബത്തിൽപ്പെട്ടവർ നേരിട്ടും അവരിൽ നിന്ന് വാടകയ്ക്ക് മുറിയെടുത്തവരും വ്യാപാരവുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് തീയെല്ലാം ചാരമാക്കിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.